തളിപ്പറമ്പ് ഹൈവേയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് ആശ്രയമാകാതെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ബസ് സ്റ്റോപ്പിനുള്ളിൽ നിന്നാലും നനയേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയും കാറ്റും കാരണം ഇരിപ്പിടം ഉൾപ്പെടെ മുഴുവൻ ഭാഗവും വെള്ളം കയറി യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലായി. മേൽക്കൂരയിൽ ചോർച്ചയുണ്ടെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. എം.വി. ഗോവിന്ദൻ കഴിഞ്ഞ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലക്ഷങ്ങൾ ചെലവഴിച്ച് തളിപ്പറമ്പ് ഹൈവേയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മഴയിൽ നിന്ന് രക്ഷ തേടി യാത്രക്കാർ എത്തിയാൽ കുളിച്ചു പോകേണ്ട ഗതികേടിലാണ്. തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ ഇരിപ്പിടത്തിൽ ഉൾപ്പെടെ വെള്ളമായതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയ്ക്ക് ചോർച്ചയുള്ളതായും പരാതി ഉയരുന്നുണ്ട്. ഓടുകൾക്കിടയിലൂടെ വെള്ളം ഇരിപ്പിടത്തിലേക്ക് വീഴുന്നുണ്ട്. മഴ പെയ്താൽ സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുള്ള വെള്ളം ബസ് സ്റ്റോപ്പിന് സമീപത്തേക്ക് ശക്തിയായി കുത്തി ഒഴുകുകയാണ്. ഈ വെള്ളവും ബസ് സ്റ്റോപ്പിലേക്ക് വീഴുന്നുണ്ട്. വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. ബസ് സ്റ്റോപ്പിന് മുകളിലെ വെള്ളം ഒഴുക്കിക്കളയാൻ കൃത്യമായ പൈപ്പ് സംവിധാനം ഇല്ലെന്ന ആക്ഷേപവുമുണ്ട്. നിരവധി പേർക്ക് കയറി നിൽക്കാൻ സാധിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്.